നിങ്ങൾ ഡെയിലി ചൊല്ലേണ്ട 2 ശ്ലോകം ഗീതയിൽ അത് ചൊല്ലി പഠിക്കണം. നിങ്ങൾ ഡെയിലി നിങ്ങളത് ചൊല്ലുക, അത് ശീലിച്ചു നോക്കൂ. നിങ്ങൾ ഇതെപ്പോഴും ഓർക്കുക. നിങ്ങൾ മരിച്ചവർക്ക് പോലും ഗതി കിട്ടാൻ നമ്മുടെ നാമജപത്തിന് സാധിക്കുന്നുള്ളത് പ്രഹ്ലാദനോട് നരസിംഹം പറയുന്നൊരു ശ്ലോകമുണ്ട്. ത്രിസപ്തവിപിതാഭൂത എന്നുള്ളൊരു വാക്കുണ്ട്. ഏ പ്രഹ്ലാദ, നിന്റെ ഭക്തി കൊണ്ട് ത്രിസപ്തവിപിതാഭൂത, ഭൂത എന്ന് പറഞ്ഞാൽ പരിശുദ്ധരായി. അപ്പൊ നാമം ജപിക്കുമ്പോൾ, മനസ്സുകൊണ്ട് നാമം ജപിക്കുമ്പോൾ മരിച്ചുപോയവർക്ക് പോലും അതുകൊണ്ട് അവർക്ക് പറയൂ ഗതി കിട്ടും. പിന്നെ ഉണ്ടോ കൂടെയുള്ളവർക്ക്? അപ്പൊ ഈ നാമജപത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നില്ല. നാമം എന്തിനാ ജപിക്കുന്നത്? ഇത് നമ്മളോട് ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവണം. എന്തിനാ നാമം ജപിക്കുന്നത്? 4 കാര്യങ്ങൾക്കാണ്. ഞാൻ പറയുന്നത് എഴുതി വെക്കണം നിങ്ങൾ, കാരണം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നാമം ജപിക്കുന്നത് 1, അന്തർദൃഷ്ടി, ഉൾക്കണ്ണ് തുറക്കാൻ. ജപിച്ച് 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 നമ്മുടെ അന്തർദൃഷ്ടി ഉണരും. എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിൽ നടക്കുന്നത് വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി തുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായ. ഉള്ളിൽ നടക്കുന്നത് ഒരു കണ്ണാടിയിൽ കാണുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. അന്തർദൃഷ്ടി. ജപിച്ച് 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 ആത്മശക്തി. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെ. ജപിച്ച് 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 അവസാനം ആത്മബോധം, ആത്മലയം. നാമത്തിൽ അങ്ങനെ മനസ്സ് ലയിക്കും. ജപിച്ച് 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 നമുക്ക് മറ്റുള്ളവർക്ക് ആത്മജ്ഞാനം, മറ്റുള്ളവരെ പ്രചോദനം കൊടുക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ദുരിതം മാറുന്നു എന്ന് മാത്രമല്ല, മറ്റൊരാൾക്ക് ദുരിതത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ളൊരു വഴി കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോഴിതാ ഭീഷ്മാചാര്യർക്ക് ഈ വഴി യുധിഷ്ഠിരന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് അനുഷ്ഠാനം കൊണ്ട് നടന്നതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇരുന്ന് ജപിക്കണം. എവിടെയോ ഒരു ജപ സംസ്കാരം നമുക്ക് പോയി. 3 വാക്കുകൾ നിങ്ങളുടെ ഡിക്ഷണറിയിൽ ഉണ്ടാകരുത്. ഇത് 3 എടുത്ത് കളയണം. ഏതൊക്കെയാണ്? 1, ദൈവത്തെ വിശ്വസിക്കരുത്. 2, ദൈവത്തോട് പ്രാർത്ഥിക്കരുത്. 3, ദൈവം നമ്മുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. എന്തൊക്കെയാ പറഞ്ഞത്? ഇത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആണോ? നിങ്ങളെന്താ ഉറങ്ങാണോ? ഞാൻ പറയുന്നത് കേൾക്കണ്ടേ? എന്താ ഞാൻ പറഞ്ഞത്? നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നവരാണോ? ദൈവവിശ്വാസം ഉണ്ടോ? ഉണ്ട്. എത്ര പേർക്ക് ദൈവവിശ്വാസമുണ്ട്? കൊള്ളരുതാത്തവരാ. എനിക്കൊരു വിഷമവുമില്ലേ നിങ്ങളോടത് പറയാൻ. കാരണം ഇത് ഹിന്ദുവിന്റെ വാക്കല്ല. ഇത് നിങ്ങൾ തെറ്റു മനസ്സിലാക്കിയത് കൊണ്ടാണ്. ദൈവത്തെ വിശ്വസിക്കരുത്, അത് നമ്മുടെ ഭാഷയല്ല, അത് ഇതര മതക്കാരുടെ ഭാഷയാണ്. നിങ്ങൾ അത് ഭാഷ പറയാൻ കാരണം നിങ്ങൾക്ക് ശാസ്ത്രം അറിയാത്തത് കൊണ്ടാണ്. ആദ്യം നിങ്ങൾ ദൈവം ആരാന്ന് പഠിക്കണം. ഇപ്പം നിങ്ങൾക്ക് ദൈവം ഒരു വിഗ്രഹമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ ദൈവത്തെ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായി കാണുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കണം. എന്നാൽ ദൈവം ഒരു പ്രതിഷ്ഠയല്ല. ആദ്യം നിങ്ങൾ അത് ക്ലിയർ ആക്കണം. ആരാണ് ദൈവം? ആരാ ദൈവം? നമ്മൾ ഈ ദൈവം എന്നുള്ള വാക്ക് പറയുമ്പോൾ ഹിന്ദുക്കൾ ഉപയോഗിക്കേണ്ട വാക്ക് ഈശ്വരൻ, പരമാത്മാ എന്നാണ്. ആരാണ്? പരമാത്മാവെന്നാണ് ഭാരതീയർ ഈശ്വരനെ വിളിച്ചത്. എന്താ വിളിച്ചത്? പരമാത്മാ. ഈശ്വരോ ഗുരുരാത്മേതി
മൂർത്തിഭേദ വിഭാഗിനി വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഈശ്വരോ ഗുരുരാത്മേതി. ഈശ്വരൻ ആരാണ്? ആത്മ, പ്രിയ ആത്മ, പരമാത്മ. ഭഗവത്ഗീതയിൽ 13-ാം അധ്യായം. നിങ്ങൾ ഗീത പഠിക്കണം. നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അപ്പോഴേ കിട്ടുള്ളൂ. ഈശ്വരൻ ആരാണ്? ഈശ്വരൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആത്മാ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇതൊന്നും നമ്മൾ പഠിക്കുന്നില്ല. നമ്മുടെ സംസ്കൃത ഭാഷയ്ക്കൊരു പ്രത്യേകത എന്താ അറിയോ? അക്ഷരങ്ങൾക്ക് പോലും അർത്ഥമുള്ള ഭാഷയാണ് സംസ്കൃതം. ഇതിനാണ് ഓരോ അക്ഷരങ്ങൾക്ക് പോലും അർത്ഥമുണ്ട്. പക്ഷെ എന്തോ നമ്മുടെ കഷ്ടകാലത്തിന് ആരും നമുക്കൊന്നും പറഞ്ഞു തന്നില്ല. നിങ്ങൾ ഡെയിലി ചൊല്ലേണ്ട 2 ശ്ലോകം ഗീതയിൽ അത് ചൊല്ലി പഠിക്കണം. നിങ്ങൾ ഡെയിലി നിങ്ങളത് ചൊല്ലുക, അത് ശീലിച്ചു നോക്കൂ. നിങ്ങൾ 15-ാം അധ്യായത്തിൽ 14-ഉം 15-ഉം ഇത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ട് നടക്കുക. ഗീതയിൽ 14-ഉം 15-ഉം, 15-ാം അധ്യായത്തിലെ 14-ഉം 15-ഉം ഈ ഡെയിലി നിങ്ങൾ ചൊല്ലുക. ഏതൊക്കെ ശ്ലോകങ്ങളാണ്? ഏതൊക്കെ ശ്ലോകങ്ങളാണ് ഗീതയിലെ? 14-ഉം 15-ഉം ഡെയിലി. അത് വിട്ടുവീഴ്ച ചെയ്യരുത്. അവിടെ കൃഷ്ണൻ പറയും, അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാനസമായുക്ത പചാമ്യന്നം ചതുർവിധം. ഇതിന്റെ അർത്ഥം ഞാൻ പിന്നീട് ഒരു സന്ദർഭത്തിൽ പറയാം. അത് സമയം വരുമ്പോ പറയാം. അടുത്ത വരി, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട മത്തസ്മൃതി ജ്ഞാനമബോഹനം ച വേദൈഷ സർവൈരഹമേവ വേദ്യം വേദാന്തകൃത് വേദവിദേവ ചാഹം. എന്താ ശ്ലോകം പറയുന്നത്? സർവസ്യ. സർവസ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുറച്ചൊക്കെ നിങ്ങൾ ഉത്തരം പറയണം. സർവസ്യ എല്ലാവരും. ഹൃദി, ഹൃദി ഹൃദയത്തിൽ. അഹം ഞാൻ. സന്നിവിഷ്ട സന്നിവേശിച്ചിരിക്കുന്നു, സന്നിഹിതനായിരിക്കുന്നു. അപ്പം എവിടെയിരിക്കുന്നത്? എവിടെയിരിക്കുന്നത്? ഒരു വിഗ്രഹത്തിൽ നിന്നാണെന്നാണോ അർത്ഥം? അല്ല, എല്ലാവരുടെയും ഹൃദയത്തിൽ. എങ്ങനെ അറിയാം ആരാണ് ഭഗവാൻ? ഉള്ളിലിരിക്കുന്ന ഭഗവാൻ. ശ്രദ്ധിക്കുക. മത്ത്, മത്ത എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്നാണ്. എന്നിൽ നിന്നാണ് സ്മൃതി, ജ്ഞാനം, അപോഹനം. എന്തൊക്കെയാണ്? സ്മൃതി എന്ന് പറഞ്ഞാൽ മനസ്സ് ഉണരുന്നത്. മനസ്സ് എവിടുന്നാ ഉണരുന്നത്? എന്നിൽ നിന്നാണ്. ശ്രദ്ധിക്കുക നിങ്ങൾ. മനസ്സ് ഉണരുന്നു. കാലത്ത് ഇന്ന് രാവിലെ പറഞ്ഞു ഞാനത്. മനസ്സ് ഉണരുന്നു. വാസ്തവത്തിൽ മനസ്സ് ഉണരുകയല്ല, മനസ്സിനെ ഉണർത്തുന്നു. മനസ്സിനെ ആരാ ഉണർത്തുന്നത്? പിടികിട്ടുന്നില്ല നിങ്ങൾക്ക്. നിങ്ങളത് പഠിക്കുന്നില്ല. നിങ്ങൾ ഈ തൊഴുതുപോകൽ പ്രസ്ഥാനക്കാരാണ് കൂടുതൽ. അതുകൊണ്ട് ഈ പറയണത് അങ്ങോട്ട് പിടികിട്ടാൻ ഇത്തിരി പാടാണ്. ഇതൊക്കെ ഉള്ളിൽ കയറി പിടിക്കണം ഇത്തിരി. നിങ്ങൾ സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ഉണരുന്നു. സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നു. നിങ്ങളെ സ്വപ്നത്തിൽ നിന്ന് ഉണർത്തിയത് നിങ്ങളാണോ? നിങ്ങളിലെ ബോധം തന്നെയാണ്. എനിക്കതേ അറിയേണ്ടത്. നിങ്ങളുടെ സ്വപ്നത്തിൽ നിന്നും നിങ്ങളെ ഉണർത്തിയത് നിങ്ങളാണോ ബോധമാണോ? ബോധമാണ്. അപ്പൊ മനസ്സിനെ ഉണർത്തുന്നതും ബോധം തന്നെയാണ്. അത് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, മനസ്സിനെ ഉണർത്തുന്ന അനന്തമായൊരു ബോധം ഉള്ളിൽ ഉണ്ട്. ഉണർത്തുന്ന, മനസ്സിനെ ഉണർത്തുന്ന ആ ഒരു അനുഭവത്തെയാണ് ആ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുക. ആവിർഭവതി. മനോ യഥോ ആവിർഭവതി. ഏതൊരു ബോധത്തിൽ നിന്നാണോ, അല്ലെങ്കിൽ ഏതൊരു ബോധമുള്ളത് കൊണ്ടാണോ മനസ്സ് ആവിർഭവിക്കുക. ആവിർഭവിക്കുക എന്ന് പറഞ്ഞാൽ ആവിർഭാവം, ആവിർഭവിക്കുക, ഉണ്ടാവുക എന്ന് വെച്ചാൽ പ്രകടമാവും, ഉണരുക എന്നർത്ഥം. ഇനി ജ്ഞാനം.
നമ്മളിപ്പോൾ പലതും കേൾക്കുന്നതിനും പഠിക്കുന്നതിനും ഈ ജ്ഞാനത്തിന് കാരണം, മനസ്സിലാക്കാൻ കഴിയുന്നതിന് കാരണം അപ്പോഴും എന്തുള്ളത് കൊണ്ടാണ്? പറയൂ, ബോധമുള്ളത് കൊണ്ടാണ്. അപ്പം മനസ്സിനെ നിലനിർത്തുന്നതും ബോധമാണ്. ഇതിന്റെ പേരാണ് തിഷ്ഠ. തിഷ്ഠ എന്നാണ് നിലനിർത്തുക. ത എന്ന അക്ഷരം കൊണ്ട് തിഷ്ഠ. മനോ യഥോ തിഷ്ഠതി. ഇനി അപോഹനം. അപോഹനം എന്ന് പറഞ്ഞാൽ കെട്ടടങ്ങുക. അപോഹനം എന്ന് പറഞ്ഞാൽ മറഞ്ഞു പോവുക. രാത്രി ഉറക്കത്തിൽ മനസ്സ് കെട്ടടങ്ങി ഉറങ്ങിപ്പോകുന്നു. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മനസ്സിലാവാൻ സ്വപ്നം തന്നെ എടുത്താൽ മതി. സ്വപ്നം കാണുന്നു. ആ സ്വപ്നം ബോധമല്ലേ ഉണർത്തിയത്? ആണോ? ആ സ്വപ്നത്തിൽ നിന്ന് നമ്മൾ ഉണരുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഒരു പോയിന്റ് നിങ്ങൾ ഉത്തരം തരണം. സ്വപ്നത്തിൽ നിന്നും ഈ സ്വപ്നം എവിടേക്ക് പോയി? സ്വപ്നത്തിൽ നിന്നും നമ്മൾ ഉണരുമ്പോൾ സ്വപ്നം എവിടേക്ക് പോയി? മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ല? ക്ലിയർ ആണോ പറയുന്നത്? സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു, സ്വപ്നത്തിൽ നിന്ന് നമ്മൾ ഉണരുന്നു. ആ സമയത്ത് സ്വപ്നം പോയി നമ്മളിൽ നിന്ന്, ആണോ? പക്ഷെ സ്വപ്നം എവിടേക്ക് പോയി? അന്തരീക്ഷത്തിലേക്ക് പോയോ? സ്വപ്നം എവിടേക്ക് പോയി? വീണ്ടും ഒരുപക്ഷെ അതിന്റെ തുടർച്ചയായ സ്വപ്നം പിറ്റേന്ന് കണ്ടു എന്ന് വരാം, അല്ലെങ്കിൽ അതേ സ്വപ്നം പിന്നെയും കണ്ടു എന്ന് വരാം. സംഭവിക്കാറില്ലേ പലർക്കും? അപ്പൊ ഇത് എവിടേക്കാ പോയിട്ടുണ്ടാവുക? ബോധത്തിലേക്ക് തന്നെ പോണു. അപ്പം മീളനം, ചിന്തകളെ മീളനം ചെയ്യുന്നു. ഇങ്ങനെയാണ് ആത്മാ എന്ന ശബ്ദം വന്നത്. ആത്മാ എന്ന ശബ്ദത്തിനർത്ഥം മനസ്സ് എവിടെ നിന്നാണോ ആവിർഭവിക്കുന്നത് ആ, മനസ്സെവിടെയാണോ നിൽക്കുന്നത് താ, മനസ്സ് ഏതൊരു ബോധത്തിലേക്കാണോ മീളനം മാ, ആത്മ. മനസ്സിനെ ശ്രദ്ധിക്കണം, മനസ്സിനെ, ബോധത്തിൽ നിന്നും ഉണരുന്ന മനസ്സിനെ ജീവാത്മാവെന്നും മനസ്സിനെ ഉണർത്തുന്ന അനന്തബോധത്തെ പരമാത്മാവെന്നും വിളിക്കുകയാണ്. മനസ്സിനെ ജീവാത്മാവെന്നും അവർക്ക് പറയൂ. പരമാത്മാവ് ആരാ? പരമാത്മാവ് മനസ്സിനെ ഉണർത്തി നിലനിർത്തി മനസ്സിനെ ഉറക്കുന്ന അനന്ത ബോധത്തെ വിളിക്കുന്ന പേരാണ് അവർക്ക് പറയൂ പരമാത്മ. നിങ്ങൾ ഗീത പഠിച്ചാൽ നിങ്ങൾക്കത് വേഗം ക്ലിയർ ആവും. 40 കൊല്ലം സപ്താഹം കേട്ടിട്ടും ഗീത തുറന്നു നോക്കാത്ത ആളുകളാണ് നിങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളെ ഞാൻ കഴുതകൾ എന്നല്ലേ വിളിക്കേണ്ടത്? സത്യം പറയാണ്, ദേഷ്യം വരുന്നുണ്ട് എനിക്ക്. കാരണം നല്ലൊരു അന്തരീക്ഷം നിങ്ങൾ നശിപ്പിച്ചുവല്ലോ എന്നുള്ളത്. ഗീത പഠിക്കാതെ നിങ്ങൾക്ക് ഹിന്ദുമതം മനസ്സിലാവില്ല. തല കുത്തി മറന്നിട്ടും ശരിയാവും, പഠിക്കാൻ പറ്റില്ല. മനസ്സിലാവുണ്ടോ നിങ്ങള്? അപ്പൊ നിൽക്കട്ടെ, ഈശ്വരൻ ആരാണ്? ഈശ്വരൻ ആരാണ്? അതാ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ പറയുന്നത്. ഈശ്വരൻ ആരാണ്? പരമാത്മാവാണ്. ഈശ്വരൻ ആരാണ്? ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. ഗീത പഠിക്കൂ, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവും. ഗീതയിൽ 18-ാം അധ്യായത്തിൽ 61-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഈശ്വര സർവഭൂതാനാം. അവർക്ക് പറയൂ, നിങ്ങള് നാളെ വരുമ്പോ നിങ്ങളുടെയൊക്കെ കയ്യിൽ ഗീതാ പുസ്തകം ഉണ്ടാവണേ. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പഠിക്കാൻ? താല്പര്യമുണ്ടോ? ഉണ്ടോ? ഒരു കയ്യിലൊരു പുസ്തകം വെക്കണം, ഈ ശ്ലോകങ്ങൾ ഓർത്തു വെക്കണം. ഈശ്വരൻ എന്ന് പറയുന്നത് ഹൃദ്ദേശേ തിഷ്ഠതി. അപ്പൊ ഹൃദ്ദേശത്തിൽ ആരായിരിക്കുന്നത്? വിഗ്രഹമാണോ പരമാത്മാവാണോ? അവർക്ക് പറയൂ നിങ്ങള്. പരമാത്മാവാണ്. ഈശ്വരൻ ആരാണ്? പരമാത്മാവാണ്. ഒരു ശ്ലോകം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. ഇതൊക്കെ പഠിക്കണം നിങ്ങള്. 7-ാം സ്കന്ധം ഭാഗവതം, നിങ്ങളിൽ ഭാഗവതം ഉണ്ടല്ലോ. 7-ാം സ്കന്ധം 6-ാം അധ്യായം 2-ാം ശ്ലോകം. 7, 6, 2 ഭാഗവതം എടുത്തു നോക്കൂ നിങ്ങള്. ഞാൻ എന്റെ വായും പൊളിച്ചിരിക്കല്ലേ നിങ്ങള്.
പുസ്തകം എടുത്ത് നോക്കൂ, നിങ്ങൾ പഠിക്കൂ വല്ലതും. അല്ലാതെ വെറുതെ ഇരുന്ന് കേട്ടിട്ട് എന്താ കാര്യം? അതൊക്കെ ഒരു കാതു കൂടെ കേട്ട് മറ്റേ കാതു കൂടെ നിങ്ങൾ വിടും. ഈ ശ്ലോകങ്ങളൊക്കെ ഓർത്ത് വെക്കുക. 5 വയസ്സുള്ള കുട്ടി പഠിപ്പിക്കുകയാണ്. യഥാഹി പുരുഷസ്യേഹ വിഷ്ണോപാദോപസർപ്പണം യഥേഷ സർവഭൂതാനാം പ്രിയ ആത്മ ഈശ്വരസൂത്. 7-ാം സ്കന്ധം 6-ാം അധ്യായം 2-ാം ശ്ലോകം. ഇത്രയും ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നിട്ട് പഠിക്കണം, പുസ്തകം എടുത്ത് മറച്ചു നോക്കണം. അല്ലാതെ ഭാഗവതം നിങ്ങൾ കേട്ടിട്ടും കാര്യമില്ല. ഉള്ളു തുറന്നു പറയാ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. വെറുതെ സപ്താഹം കേട്ടിട്ട് എന്താ കാര്യമുള്ളത്? എനിക്ക് ഉറപ്പുള്ള കാര്യം ഞാൻ പറയണത്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നിങ്ങൾ ഭാഗവതം കേട്ടിട്ട് ഒരു പുണ്യം കിട്ടാൻ പോലില്ല, ഒരു പുണ്യം കിട്ടാൻ പോലില്ല. ഇത് പഠിക്കാതെ വേറെ വഴിയില്ല. ഇത് പഠിക്കാതെ രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ തമാശയിട്ട് വിൽക്കുകയാണ് ഭാഗവതത്തെ. ആരോ ഇങ്ങനെ വെഡിത്തരം പറഞ്ഞ് നമ്മളെ തലയിൽ കയറ്റിപ്പോയി. ഭാഗവതം എന്നത് ജ്ഞാനമാണ്, ഇത് വെറുതെ കഥയല്ല. അതുകൊണ്ടാണ് ഭാഗവതത്തിന്റെ അവസാനം പറയുന്നത് ശ്രീമദ് ഭാഗവതം പുരാണതിലകം ഇത് വൈഷ്ണവാനം പ്രിയം യസ്മിൻ പാരമഹംസ്യമേ മമമലം ജ്ഞാനം പരം ഗീയതേ. ഇത് ജ്ഞാനമാണ് പറഞ്ഞു തരുന്നത്. ജ്ഞാനം പറഞ്ഞു തരാനാണ് ഈ ഭാഗവതം, അല്ലാതെ കഥ പറഞ്ഞു തരാനല്ല. നിങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു തരാനുള്ളത്. അപ്പൊ നമുക്ക് ഈ ബോധമുണ്ടാവണം. എന്താ ഈ ശ്ലോകം കിട്ടിയോ നിങ്ങൾക്ക്? 7-ാം സ്കന്ധം 6-ാം അധ്യായം 2-ാം ശ്ലോകം. യഥാഹി പുരുഷസ്യേഹ വിഷ്ണോപാദോപസർപ്പണം യഥേഷ സർവഭൂതാനാം. അടുത്ത വരിയാണ് അണ്ടർലൈൻ ചെയ്യണം. പ്രിയ ആത്മ ഈശ്വര. ആത്മാവ് തന്നെയാണ് ഈശ്വരൻ. ആരാണ്? ഇനി പറയൂ നിങ്ങള്. ഈശ്വരൻ ആത്മാവാണ്. ഈശ്വരൻ ഒരു വിഗ്രഹമല്ല. ഈശ്വരൻ ആരല്ല? ഒരു വിഗ്രഹം എന്നല്ലല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈശ്വരൻ ആത്മാവെന്ന് പഠിപ്പിക്കുമ്പോൾ മനസ്സിനെ ഉണർത്തുന്ന, മനസ്സിനെ നിലനിർത്തുന്ന, മനസ്സിനെ ഉറക്കുന്ന ആ അനന്തബോധത്തെയാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നതെങ്കിൽ, പരമാത്മാവെന്ന് വിളിക്കുന്നെങ്കിൽ ശ്രദ്ധിക്കണം. ഈ സത്യം അത് വിശ്വസിക്കേണ്ടതാണോ, അത് ഉള്ളതാണ് എന്ന് അറിയേണ്ടതും ആ ബോധത്തിൽ ജീവിക്കേണ്ടവരുമാണോ നമ്മൾ? ആ ശ്രദ്ധയിൽ ജീവിക്കേണ്ടവരാണോ നമ്മൾ? ഉറക്കെ പറയൂ. ഉള്ളിലുള്ളതിനെ നിങ്ങൾ വിശ്വസിക്കണോ? ഉള്ളിലുള്ളതിനെ വിശ്വസിക്കണോ? അതോ ഉള്ളിലുണ്ട് എന്ന് ഇപ്പൊ നിങ്ങൾ ഹാർട്ടുണ്ട് എന്നുള്ളത് വിശ്വാസമാണോ, ഉറപ്പാണോ? അതിന്റെ പേരാണ് ശ്രദ്ധ. എന്താണ് ശ്രദ്ധ? അല്ലെങ്കിൽ ബോധം. ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കല്ല, ഈശ്വരനുണ്ടെന്ന് ബോധമുള്ളവരായിത്തീരുക. എന്താണ്? ബോധമുള്ളവരായിത്തീരുക. ബോധം വരുത്തുവതിന് ആളായി നിന്നപര ആചാര്യരൂപഹരി നാരായണായ നമ. അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന ഒരു താനെന്നുടയ്ക്കുമളവ് ആനന്ദമെന്തുഹരി നാരായണായ നമ. മനസ്സിലായില്ലേ? ഈശ്വരൻ പരമാത്മാവാണ്. ആരാ ഈശ്വരൻ? പരമാത്മാവിനെ വിശ്വസിക്കണോ? പറയൂ നിങ്ങൾ. അപ്പൊ നമ്മള് ഉള്ളിലുള്ളതിനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ കഴുതകളല്ലേ. എനിക്കൊരു ഹാർട്ട് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്നെ എന്താ വിളിക്കുക? മനസ്സിലായില്ല? ഉള്ളിലൊരു ഹാർട്ട് ഉണ്ടായിട്ട് ഞാൻ പറയാണ് എനിക്കൊരു ഹാർട്ട് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കണു പറഞ്ഞാൽ നല്ല ഭാഷയാണോ? ഉറക്കെ പറയൂ. അതൊരു കൊള്ളാവുന്ന ഭാഷയാണ്. നിങ്ങൾ പറയാ അയാൾക്ക് വട്ടാണെന്ന് പറയും അല്ലേ? കാരണം ഉള്ളിലുള്ളതിനെ വിശ്വസിക്കേണ്ട. കൂടെ വരണം. ഉള്ളിലുള്ളതിനെ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഉള്ളിലുള്ളതിനെ അറിയണം. ഉള്ളിലുള്ളതിൽ ശ്രദ്ധ വേണം. ഉള്ളിലുള്ളതിൽ ബോധം വേണം. അങ്ങനെയല്ലേ? ഒക്കെ പറയൂ നിങ്ങൾ. അങ്ങനെയല്ലേ പറയേണ്ടത്? അപ്പൊ നിങ്ങൾ എന്താ നേരത്തെ പറഞ്ഞത്?
നിങ്ങൾക്ക് ദൈവവിശ്വാസമുണ്ടെന്ന്, നിങ്ങളെ ഞാൻ എന്താ വിളിക്കേണ്ടത്? ബാക്കി പറയൂ. നിങ്ങളെ ഞാൻ എന്താ വിളിക്കേണ്ടത്? കഴുതകൾ നിങ്ങളെന്നെയാ പറയുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളെ കഴുതകൾ എന്ന് പറയുന്നു. ഇതൊക്കെ ഇതര മതങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചത് നമ്മൾ പാടി നടക്കുകയാണ്. നമ്മൾ ഈശ്വര വിശ്വാസമുള്ളവരല്ല. ഈശ്വരൻ പരമാത്മാവാണ് എന്ന് ബോധമുള്ളവരാണ്. ഈശ്വരൻ പരമാത്മാവാണെന്നുള്ള ബോധമുള്ളവരാണ് നമ്മൾ. അങ്ങനെയല്ലേ ആവേണ്ടത്? ആണോ? നാരായണീയം പഠിക്കുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? ഇനിയിപ്പോ ആരും ഉണ്ടാവില്ല. നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് ഇതാ പറയണത്, ഏവം ദുർലഭ്യവസ്തും ന വിസുലഭതയാ ഹസ്തലബ്ധേ യദന്യൽ തൻവാ വാചാദിയാ വാ ഭജതി പദജന ക്ഷുദ്രദൈവ സ്ഫുടേയം ഏതേ താവദ്വയന്തു സ്ഥിരതര മനസാ വിശ്വവീടാപഗത്തി നിശേഷമാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമ. എന്താ പറയുന്നത്? ഞാൻ കരുതി ഗുരുവായൂരിലും അമ്പലത്തിനുള്ളിലാണെന്ന്. നോക്കൂ, എന്തൊരു സത്യമാണ് ഈ വിളിച്ചു പറയുന്നത്. കുഞ്ഞുണ്ണി മാഷോട് പണ്ട് അദ്ദേഹത്തിന്റെ മരുമകൻ ചോദിച്ചു, കുഞ്ഞുണ്ണി മാഷ് ജീവിച്ചിരുന്ന കാലത്ത്, അമ്മാവ ഒന്ന് ഗുരുവായൂർ വരെ പോണം. കുഞ്ഞുണ്ണി മാഷ് തൃപ്പയാറാ. തൃപ്പയാറ് കേട്ടില്ലേ? തൃപ്പയാറ് ക്ഷേത്രം കേട്ടില്ലേ? അവിടുന്ന് കുറച്ചു ദൂരെയാണ് കുഞ്ഞുണ്ണി മാഷിന്റെ വീട്. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ബോംബെയിൽ നിന്ന് മരുമകൻ വന്നു, ഒന്ന് ഗുരുവായൂർ പോണം, ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടെന്ന്. അപ്പൊ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു, നിന്നിൽ നിന്ന് നിന്നിലേക്ക് എത്ര ദൂരമോ അത്ര ദൂരം. എന്താ പറഞ്ഞത്? നിന്നിൽ നിന്ന് നിന്നിലേക്ക് എത്ര ദൂരമോ അത്ര ദൂരം. ഇതൊക്കെ മനസ്സിലാവണമെങ്കിലേ മൂള വേണം, ലേശം തലയ്ക്കകത്ത് ചോറ് വേണം, എന്നാലേ ഈ പറയണത് മനസ്സിലാവുള്ളൂ. മരുമകൻ മനസ്സിലായില്ലേ? മരുമകൻ പറഞ്ഞു, അമ്മാവന് വട്ടായി തോന്നുന്നു. അതുപോലെയാണ് പട്ടുതിപ്പാട് പറയുന്നു, ആളുകൾ കരുതുന്നു ഗുരുവായൂരപ്പൻ ആ അമ്പലത്തിന്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ എന്ന്, ആ വിഗ്രഹത്തിലേ ഉള്ളൂ എന്ന്. ഏവം ദുർലഭ്യവസ്തു. എന്നാൽ എനിക്ക് മനസ്സിലായി, സുലഭതയാ ഹസ്തലബ്ധേ, സുലഭതയാ ഹസ്തലബ്ധേ. എവിടെയുണ്ട്? കൈകളിലുണ്ട് എന്ന് പറഞ്ഞാൽ കൈകളിലുണ്ട് എന്നാണ് അർത്ഥം. ഉള്ളിലുണ്ട്, കൂടെയുണ്ട്, സുലഭമായി. ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഗുരുവായൂരപ്പൻ സുലഭമായി ഉള്ളിലുണ്ടെന്ന് തോന്നിയവർ എത്ര പേരുണ്ട്? ഉള്ളിലുണ്ട്, സുലഭതയാ ഹസ്തലബ്ധേ. പക്ഷെ എന്താ, ആളുകളൊക്കെ ഉണ്ടല്ലോ, അന്യഭജതി, ശീലിച്ചുപോയി, അന്യനായി കണ്ട് ഭജിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, നിങ്ങൾ വഴിതെറ്റിപ്പോയി. കാരണം നിങ്ങൾ പ്രാർത്ഥിച്ച് ജീവിച്ചുപോയി. എന്ത് ചെയ്യാൻ പറ്റും? അന്യഭജതി ക്ഷുദ്രദൈവ സ്ഫുടേയം. ക്ഷുദ്ര മനസ്സുകളാണ് ഈ വിശ്വാസവും പ്രാർത്ഥനയും കൊണ്ട് നടക്കുക. എങ്ങനെയുള്ള മനസ്സുകള്? ക്ഷുദ്ര മനസ്സുകൾ. ക്ഷുദ്ര മനസ്സെന്ന് പറഞ്ഞാൽ നല്ല മനസ്സാണോ? കൂടെ വന്നില്ലേ നിങ്ങള്? ക്ഷുദ്ര മനസ്സെന്ന് പറഞ്ഞാൽ, ക്ഷുദ്രജീവി പറഞ്ഞാൽ, ക്ഷുദ്രജീവി പറഞ്ഞാൽ നല്ല ജീവിയാണോ? ആളൊരു ക്ഷുദ്രജീവിയാണെന്ന് പറഞ്ഞാൽ കൊള്ളരുതാത്ത വ്യക്തി എന്നർത്ഥം, ഉപദ്രവിക്കുന്ന വ്യക്തി എന്നർത്ഥം അല്ലേ? അങ്ങനെയല്ലേ? ആണോ? ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നു, ഭഗവാനെ നിങ്ങൾ അന്യനായി കണ്ടാൽ നിങ്ങളൊരു ക്ഷുദ്ര മനസ്സുള്ളവരാണ്. ക്ഷുദ്ര മനസ്സാണ്. ക്ഷുദ്രദൈവ സ്ഫുടേയം. എന്നാ ഞാൻ ഗുരുവായൂരപ്പനെ കാണുന്നത് എവിടെയാണ്? ഏതേതാവദ്വയന്തു സ്ഥിരതര മനസാ. നല്ല ബോധത്തോടുകൂടി, സ്ഥിര മനസ്സോടുകൂടി ഞാൻ ഗുരുവായൂരപ്പനെ കാണുന്നത് വിശേഷം ആത്മാനമേനം. ആത്മാനമേനം ഗുരുഭവനപുരാധീശം. ആരാ ഗുരുവായൂരപ്പൻ? ആരാ ഗുരുവായൂരപ്പൻ? തന്റെ തന്നെ ഉള്ളിലുള്ള പരമാത്മാവാണ് ഗുരുവായൂരപ്പൻ എന്ന് സ്ഥിരതര മനസ്സാ. എങ്ങനെയുള്ള മനസ്സ്? ഇത് വേണോ? ഇത് വേണോ? ഇത് വേണോ? ഇത് വേണം. ഇത് ഉണ്ടെങ്കിലേ നന്നാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അന്ധമായി ദൈവത്തെ വിശ്വസിക്കും. അപ്പൊ ദൈവവിശ്വാസം ഹിന്ദുക്കൾക്കില്ല. ഉള്ളത് പരമാത്മാവാണെന്ന ബോധമുള്ളവരായി തീരണം. ആരായി തീരണം?
ഭഗവാൻ പരമാത്മാവാണെന്ന ഉറക്കെ പറയൂ. നിങ്ങൾ കുട്ടികളിൽ ഇതാണ് ഉണ്ടാക്കി വെക്കേണ്ടത്. ഈശ്വരൻ ആരാണ്? ഈശ്വരോ ആത്മേതി. അതാ നേരത്തെ പ്രഹ്ലാദന്റെ പ്രിയ ആത്മ ഈശ്വര സുഹൃത്ത്. ആത്മാവായ ഈശ്വരനാണ് എന്റെ സുഹൃത്ത്. അല്ല, ഈശ്വര സുഹൃത്ത് എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? പ്രിയ ആത്മ ഈശ്വര സുഹൃത്ത്. ഇതൊക്കെ പഠിക്കണം, മെനക്കെടണം. നിങ്ങളിൽ പലരും പഠിക്കാൻ തയ്യാറില്ല, വെറുതെ സപ്താഹം കേട്ട് പോവുകയാണ്. കഴുതകളുടെ പണി ചെയ്യരുതേ. അത് കഴുതകളുടെ പണിയാണ്. പഠിക്കാനാണ് ഈ ഭൂമിയിൽ വന്നത്. പഠിക്കണം, മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. ഇത് ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടതാണ്. അല്ലാതെ കുറെ സപ്താഹം കേട്ടതുകൊണ്ട് ഒരു പുണ്യം കിട്ടില്ല. നിങ്ങൾ വെറുതെ സമയം കളയുകയും ചെയ്യരുത്. ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയാണ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നമ്മളിവിടെ ഭൂമിയിൽ വന്നത് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനാണ്. വെറുതെ കഥ കേട്ടിട്ട് എന്ത് കാര്യം? ആർക്ക് ഗുണം? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഗുണം പിടിക്കുന്നത്? വെറുതെ അങ്ങനെ കുറെ ആളുകൾ വഴിതെറ്റിപ്പോയി. അതുകൊണ്ടാണ് ആ വഴിക്ക് നിങ്ങൾ പോവരുത്. മനസ്സിലായില്ലേ? അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക, ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് ശൃണ്വൻ വിപടൻ വിചാരണവരോ ഭക്തിയാ വിമുച്യേ നര. ഇത് കേൾക്കണം, ഇത് പഠിക്കണം എന്നാ പറയണത്. അല്ലാതെ കേട്ടിട്ട് എന്താ കാര്യമുള്ളത്? അപ്പൊ ഇതൊക്കെ ഭാഗവതത്തിൽ വ്യാസഭഗവാൻ ഓർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ ആരും അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കുന്നില്ല. നിൽക്കട്ടെ, ഇവിടെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ആരാണ്? ആ വാക്ക് മറക്കരുത്. ഈശ്വരൻ ആരാണ്? പരമാത്മാവാണ്. ആരാണ് ഭഗവാൻ? പരമാത്മാവാണ്. ഗീതയില് നിങ്ങളടുത്ത് പുസ്തകമില്ല, അതുകൊണ്ടാണ് എനിക്ക് പല ശ്ലോകങ്ങൾ പറയാൻ തോന്നാത്തത്. ഗീതയിൽ 13-ാം അധ്യായത്തിൽ പറയും, ഉപദൃഷ്ടാനുമന്താച്ച ഭർത്താ ഭുക്താ മഹേശ്വര. ഉപദൃഷ്ടാനുമന്താച്ച ഭർത്താ ഭുക്താ മഹേശ്വര. അടുത്ത വരി എന്താണ്? ആരുടെയും കയ്യിൽ പുസ്തകമില്ല. ഉണ്ടോ? ഓ, കയ്യിലുണ്ടോ? 13-ാം അധ്യായത്തില് 26-ാമത്തെ ശ്ലോകമായിരിക്കണം. ഉപദൃഷ്ടാനുമന്താച്ച ഭർത്താ ഭോക്താ മഹേശ്വര. ചൊല്ലു അടുത്ത വരി. ആരുടെ കയ്യിൽ പുസ്തകമുണ്ടോ? ഉപദൃഷ്ടാനുമന്താച്ച 13-ാമത്തെ ഞാൻ പറഞ്ഞില്ലേ? ഓ, അത് ശരി, നല്ല ആളോടാ പറഞ്ഞത്. 13-ല് 26 25 ആയിരിക്കണം. ഉപദൃഷ്ടാനുമന്താച്ച ഭർത്താ ഭുക്താ മഹേശ്വര. ഒന്നുകൂടി ചൊല്ലു. വല്ലതും അർത്ഥമായിട്ടാണോ വായിക്കുന്നത്? അല്ല, അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ വായിക്കുന്നത്? അതുകൊണ്ടാണ് നിങ്ങളോട് വായിക്കാൻ പറഞ്ഞത്. ഉപദൃഷ്ടാനുമന്താച്ച ഭർത്താ ഭുക്താ മഹേശ്വര. പരമാത്മേതി ഇത്യുക്താ ദേഹേസ്മിൻ അസ്മിൻ ദേഹേ പുരുഷ പര. പരമാത്മാവായി ഈ ഉള്ളിലിരിക്കുന്ന, പരമാത്മാവായി ഉള്ളിലിരിക്കുന്ന ആ പരമാത്മാവ് തന്നെയാണ് ഈശ്വരൻ എന്നൊരിക്കലും മറന്നുപോകരുത്. ഓർമ്മിപ്പിക്കുകയാണ്. ഉപദൃഷ്ട എല്ലാം കാണിച്ചു തരുന്ന, ജീവിത എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്ന, അനുമന്ത ഭർത്ത ഭുക്ത, മനസ്സിനെ മാറ്റിമറയ്ക്കാൻ സഹായിക്കുന്ന അനന്തമായൊരു ബോധം തന്നെയാണ് പരമാത്മാവ്. ഇത് തന്നെയാണ് ഈശ്വരൻ എന്ന് മറക്കരുത്. ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഗീതയിൽ. ആര് പഠിക്കുന്നു? ആര് കേൾക്കുന്നു? അതുകൊണ്ട് ഈശ്വരൻ ഉള്ളിലുണ്ട്. ഇനി എന്താ വേണ്ടത്? ആ പരമാത്മാവിനെ വേണ്ട വിധത്തിൽ പറയൂ, പ്രയോജനപ്പെടുത്തണം. അതിന് പരിശീലനം വേണം. ഇത് വേണം, പ്രാർത്ഥനയല്ല വേണ്ടത്. അപ്പൊ എന്താ പരിശീലനം? നാമജപം. അതിനാണ് വിഷ്ണു സഹസ്രനാമൊക്കെ കാലത്ത് ജപിക്കുന്നത്. അപ്പൊ കാലത്ത് നമ്മളിപ്പോ രാവിലെ ഒന്ന് ചൊല്ലി അല്ലേ, എല്ലാവരും ഒന്നിച്ച് ഒരേ ഋതത്തില് വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? നിങ്ങളുടെ ശ്രദ്ധ ആ നാമജപത്തിലേക്ക് ക്രമേണ 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 വരും. അതൊന്നിച്ച് ചൊല്ലുമ്പോൾ
മനസ്സ് മറ്റ് വിഷയങ്ങളിലേക്ക്, ചിന്തകളിലേക്ക് പോകുന്നതിന്റെ തീവ്രത വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് സത്സംഗം എന്ന് പറയുന്നത്, ഒന്നിച്ചു ചൊല്ലുന്നത്. അപ്പൊ ശ്രദ്ധ ഈ വിഷ്ണു സഹസ്രനാമത്തിലേക്ക് തിരിയും തോറും ഉള്ളിൽ പരമാത്മാവ്, ആ പരമാത്മാവിൽ നിന്നാണ് ഇതൊക്കെ വരുന്നതെന്ന ബോധവും മനസ്സിന്റെ ശ്രദ്ധയും അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുകയെന്നറിയോ? ഒരു മനഃശാസ്ത്രം ഉള്ളിൽ സംഭവിക്കും. എന്താ സംഭവിക്കുകയെന്നറിയോ? ഒന്നിലേക്ക് തന്നെ ശ്രദ്ധ ഏകാഗ്രമാകുമ്പോൾ വേറൊന്നിലേക്കുള്ള ശ്രദ്ധയുടെ തീവ്രത കുറയും. അപ്പൊ നോക്കൂ, ദുഃഖങ്ങളും വിഷമങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാവും. ഇവിടെ ഏതിലേക്കാ ശ്രദ്ധിക്കുന്നത്? ഒന്നിച്ചിരുന്നുള്ള നാമജപത്തിലേക്ക് ശ്രദ്ധ തിരിയുമ്പോൾ, ഒന്നിച്ചുള്ള നാമജപത്തിലേക്ക് മനസ്സ് ഉണരുമ്പോൾ, സത്യം ശ്രദ്ധ ഇതിലേക്ക് പോകുമ്പോൾ തന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന വിഷമങ്ങളിലേക്കും വിഷാദങ്ങളിലേക്കും ദുഃഖത്തിലേക്കുമുള്ള ശ്രദ്ധയുടെ തീവ്രത കുറയും. ഇത് സത്യല്ലേ? ഇത് സത്യമാണോ? ഇതിനെ പറയും യോയശ്രദ്ധസയേവ ജീവിതം. യോയശ്രദ്ധ, ഏതിലാണോ ശ്രദ്ധ അത് തന്നെ അനുഭവം. നിങ്ങൾ ദുരിതത്തിലാണ് ശ്രദ്ധ വയ്ക്കുന്നത്, അത് തന്നെ അയവിറക്കും, അത് തന്നെ ജീവിതവും. ഒന്നിന്റെ പുറകിൽ കഷ്ടകാലം. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ ഈ നാമജപത്തിലേക്ക് തിരിയുമ്പോൾ ദുരിതങ്ങളുടെയൊക്കെ തീവ്രത കുറഞ്ഞു വരും. അതാണ് വിഷ്ണു സഹസ്രനാമജപത്തിന്റെയൊക്കെ മഹത്വം. അപ്പൊ നമ്മളെ ഹിന്ദു സമൂഹം ഉണ്ടല്ലോ, കാലത്ത് വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം അതൊരു ശീലമാക്കി കൊണ്ട് നടന്നിരുന്നെങ്കിൽ ഒരു കുട്ടി പോലും ആത്മഹത്യയിലായിരുന്നു. ഇന്നത്തെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണം അച്ഛനമ്മമാര് വഴിതെറ്റിച്ചു. നിങ്ങൾ ഈ നാമജപ സംസ്കാരം പഠിപ്പിച്ചില്ല. നാമജപ സംസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഇന്ന് സത്യത്തിലുണ്ടല്ലോ, നമ്മളെ ഹിന്ദുക്കളുടെ ഒരു ജീവിതമാകെ കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഒരുപക്ഷെ മനസ്സിലാക്കണ്ടോന്നറിയില്ല, നല്ലൊരു ശതമാനം കുട്ടികളുടെ വിവാഹം നടക്കണില്ല. കാരണം ഇന്ന് പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം ആൺകുട്ടികൾക്ക് വളരെ കുറഞ്ഞു വരികയാണ്. അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണ്ടോ നിങ്ങൾ? ഉണ്ടോ? വിവാഹം പണ്ടത്തേതിനേക്കാളും കുറഞ്ഞു വരികയാണ്. ഇനി ഉള്ള വിവാഹം ഒരുമിച്ച് പോകുന്നതിന്റെ എണ്ണവും കുറവാണ്. വലിയ സംഘർഷങ്ങളാണ്. കാരണം എല്ലാം നോക്കൂ നിങ്ങൾ, ഒരു വശത്ത് പഠിച്ചതിന്റെ അഹങ്കാരം, സർവജ്ഞന്മാരെ പോലെ ജീവിക്കുക, വേറെ വശത്തെ മൊബൈൽ പോലുള്ള സാധനങ്ങളിലുള്ള അഡിക്ഷൻ. ഇന്നത്തെ ആൺകുട്ടികൾക്ക് ഞാൻ നോക്കുമ്പോണ്ടല്ലോ, ഉത്തരവാദിത്വ ബോധം വളരെ അപ്പൊ ഈ പെൺകുട്ടി എന്തിനുവിനെ ഏറ്റുകൊണ്ട് നടക്കണം? അതിനെ വലിച്ചെറിയും. കാരണം ഈ പെൺകുട്ടിക്ക് ഇന്ന് ജീവിക്കാനുള്ള വരുമാനമുണ്ട്. ഉണ്ടോ? ഈ അവസ്ഥയിലാണ് ഇന്ന് ഹിന്ദുക്കൾ. മൂന്നാമത്തെ ഒരു വശം നോക്കൂ നിങ്ങള്, കുടുംബ ജീവിതത്തിലുണ്ടാകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈഗോ, അത് വലിയ മാനസിക പ്രശ്നങ്ങളായി കൗൺസിലിങ്ങിന് പോകുന്നതും നമ്മുടെ ഹിന്ദു കുട്ടികളാണ്. മനസ്സിലായില്ലേ? ഒരുപാട് കൗൺസിലിംഗ് വേണ്ടി വരിക നമ്മുടെ ഹിന്ദു കുട്ടികൾ. അപ്പൊ വിദ്യാഭ്യാസമുണ്ട്, ജീവിതമില്ല. എന്തുണ്ട്? പറയൂ, ശരിയാണോ ഞാൻ പറഞ്ഞത്? ആണോ ഇല്ലയോ? ഇതെന്തേ ഈ ദുരിതം ഉണ്ടാക്കി വെക്കാൻ കാരണം? കാരണം ചെറുപ്പത്തിൽ തന്നെ ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു നാമജപത്തിനാണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ല.